നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, യേശുക്രിസ്തുവിന്റെ അനുയായികളാണ്. നിങ്ങൾ വ്യാജ സഭയാണ് നടത്തുന്നത്, നിങ്ങൾ വ്യാജമാണ് പറയുന്നത്, നിങ്ങൾ കള്ളമാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ക്രിസ്തു യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്? നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചു, നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചു, കോടതിയെ പറഞ്ഞു പറ്റിച്ചു, നിങ്ങൾ ലോകത്തെയും ചരിത്രത്തെയും തെറ്റിദ്ധരിപ്പിച്ചു, ചരിത്രത്തെ വികലമായി തിരുത്തിയെഴുതി. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സ്വയം വഞ്ചിക്കുന്നു. ഏറ്റവും അധപ്പതിച്ച അവസ്ഥയാണ്. നിങ്ങൾ സ്വയമാണെന്നാണ് നിങ്ങളോട് തന്നെ പറഞ്ഞു. ഹിറ്റ്ലറിന്റെ മന്ത്രി ജോസഫ് ഗീബൽസിന്റെ തന്ത്രമാണത്. ഗീബൽസിൻ തന്ത്രമാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം നുണ പറഞ്ഞ് സ്വയം പറഞ്ഞു പഠിപ്പിച്ചു, സ്വയം വഞ്ചിച്ചു. അവരുടെ വഞ്ചനയുടെ പ്രഹസനത്തിന്റെയും പ്രചരണത്തിന്റെയും വിഷക്കൊടുങ്കാറ്റിൽ യാക്കോബായക്കാരുടെ കണ്ണടഞ്ഞുപോയി, അവരുടെ കാതടഞ്ഞുപോയി, അവരുടെ മനസാക്ഷി മരവിച്ചുപോയി, അവർക്ക് ചിന്തിക്കുവാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. അവരിലും പലരും ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഒരു സഭയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. നിങ്ങളുടെ സഭയ്ക്ക് വാലിഡിറ്റി ഉണ്ടെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് ഇല്ല. ഞാൻ സഭാ പാരമ്പര്യം വെച്ചോ, നിങ്ങളുടെ കാനൂൻ വെച്ചോ, വിശുദ്ധ ബൈബിൾ വെച്ചോ പറയാം, നിങ്ങൾക്ക് വാലിഡിറ്റി ഇല്ല. നിങ്ങൾക്ക് ഒളിച്ചും പാത്തും നടക്കാനേ പറ്റൂ. അവിടെ ഇവിടെ ഇരുന്ന് അതും ഇതും പറയാനേ പറ്റൂ. കള്ളക്കേസ് കൊടുക്കാനോ പോലീസിന് ഉപയോഗിച്ചോ അല്ലാതെ പള്ളി പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരിക്കലും യഥാർത്ഥ സഭയല്ല, ക്രിസ്തീയ സഭയല്ല. ക്രിസ്തീയ സഭയാണെങ്കിൽ യു മസ്റ്റ് വാക്ക് ഇൻ ദ ഫെലോഷിപ്പ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ ആ കൂട്ടായ്മയിൽ നടക്കണം. നിങ്ങൾ 2 ചോദ്യത്തിന് ഉത്തരം പൂരിപ്പിക്കണം. യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷത്തിൽ തന്നെയല്ല, 2 സാക്ഷികളുടെ മാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പിക്കാം. അപ്പോ നമുക്ക് എന്ത് ചെയ്തു? യോഹന്നാൻ ശ്ലീഹയുടെ സാക്ഷ്യവും മത്തായി ശ്ലീഹയുടെ സാക്ഷ്യവുമുണ്ട്. ഒരു ശ്ലീഹ പറഞ്ഞ എന്തോ ആവത്തോ? നോ, വി ഹാവ് ദ ടെസ്റ്റിമണീസ് ഓഫ് 2 അപ്പോസ്റ്റൽസ്. അപ്പൊ 2 ശ്ലീഹന്മാർ പറയാണ്. നോക്കൂ, മത്തായി ശ്ലീഹ പറയുന്നു, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പൊ ഇത് മത്തായി ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും ഇതേ കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തത്. 2 നമ്മൾ പറഞ്ഞു, അവനെ എങ്ങനെയാണ് കൈക്കൊള്ളുന്നത്? അവനാൽ അയക്കപ്പെട്ടവരെ കൈക്കൊള്ളുന്നതിലൂടെയാണ് അവനെ കൈക്കൊള്ളുന്നത്. അത് നമ്മളിപ്പോൾ യാക്കോബ് ബാത്തക്കീസിനെ കൈക്കൊണ്ടതോടെ അതൊത്തു എന്നാണ് പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ അടുത്ത വാക്യം, ഈ വാക്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. കൊലാസ്യലേഖനം 2-ാം അധ്യായം 6-ാം വാക്യം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ട്. ഇത് ഒരിക്കൽ പാസ്റ്റ് ടെൻസിൽ നടക്കുന്ന കാര്യമല്ല, റിസീവ് എന്നുള്ളത്. ആസ് യു ഹാവ് therefore received Christ Jesus the Lord. നിങ്ങൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടത്? യേശുക്രിസ്തുവിനെ കൈക്കൊള്ളേണ്ടത് യേശുക്രിസ്തു അയച്ചവനെ കൈക്കൊള്ളുന്നതിലൂടെയാണ്. ഓക്കെ, യേശുക്രിസ്തു അയച്ച അപ്പോസ്തലനെ കൈക്കൊള്ളുന്ന അപ്പോസ്തോലിക സക്സഷനിൽ നിൽക്കുന്ന ആളെ കൈക്കൊള്ളുന്നതിലൂടെയാണ്. അപ്പോസ്തോലിക പിൻഗാമിയെ നമ്മൾ കൈക്കൊണ്ടു, കണക്കിന് കൈക്കൊണ്ടു, ശരിക്കും കൈക്കൊണ്ടു. റെഡി, നമുക്ക് കിട്ടി? നോ, യു ഹാവ് ടു റിമെയിൻ ഇൻ ദാറ്റ് ഫെലോഷിപ്പ്. യു ഹാവ് ടു റിമെയിൻ ഇൻ ദാറ്റ് ഫെലോഷിപ്പ്. യു ഹാവ് ടു വാക്ക്. കൂട്ടായ്മയിൽ നടപ്പിൻ, വാക്ക് ഇൻ ദ ഫെലോഷിപ്പ്, തുടർച്ചയാണ്. അപ്പൊ ആകയാൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ. എങ്ങനെയാണ് കൈക്കൊണ്ടത്? അത് അന്ത്യോക്യയിലെ സഭയിൽ നിന്നാണ് കൈക്കൊണ്ടതെങ്കിൽ, അപ്പൊ ആ കൈക്കൊണ്ടതുപോലെ ആ കൂട്ടായ്മയിൽ നടപ്പിൽ. ഇപ്പൊ റോമിലെ പോപ്പിൽ നിന്നാണ് നിങ്ങൾ കൈവപ്പ് മേടിച്ചിട്ടുള്ളെങ്കിൽ, റോമിലെ മാർപ്പാപ്പയിൽ നിന്ന് നിങ്ങൾ കൈവപ്പ് മേടിച്ചു, നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടു, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ കൂട്ടായ്മയിൽ നടപ്പി. അതാണ് അവനെ കൈക്കൊണ്ടതുപോലെ ആ കൂട്ടായ്മ. ഏത് ഭാഗത്തു നിന്നാണോ നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് മൂറാൻ കിട്ടിയിരിക്കുന്നത് എവിടുന്നാണ്? നിങ്ങൾ അവനെ കൈക്കൊണ്ടു. ഇപ്പൊ മാർത്തോമാ സഭ കൈക്കൊണ്ടു എന്ന് പറഞ്ഞു. കൈക്കൊണ്ടതിന്റെ അടയാളം മൂറാനാണ്, അല്ലെങ്കിൽ സ്ഥൈര്യലേപനത്തിൽ. അപ്പം വിശുദ്ധ ഹോളി ഓയിലാണ്. അതാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ മുദ്ര. നിങ്ങൾ അവനെ കൈക്കൊണ്ടത് എവിടുന്നാണ്? ഞങ്ങൾ അന്ത്യോക്യയിലെ സഭയിൽ നിന്നാണ്, സുറിയാനി സഭയിൽ നിന്നാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. അപ്പൊ അവനെ കൈക്കൊണ്ടത് ഏത് കൂട്ടായ്മയിൽ നിന്നാണോ, അവനെ കൈക്കൊണ്ടത് ഏത് സിംഹാസനത്തിൽ നിന്നാണോ, അവനെ കൈക്കൊണ്ടത് ഏത് പാരമ്പര്യത്തിൽ നിന്നാണോ, അവനെ കൈക്കൊണ്ടത് ഏത് പൈതൃകത്തിൽ നിന്നാണോ, അവനെ കൈക്കൊണ്ടത് ഏത് പിന്തുടർച്ചയിൽ നിന്നാണോ, ആ പിന്തുടർച്ചയുടെ കൂട്ടായ്മയിൽ നടക്കണം. ആ പൈതൃകത്തിന്റെ കൂട്ടായ്മയിൽ നടക്കണം. ആ പാരമ്പര്യത്തിന്റെ കൂട്ടായ്മയിൽ നടക്കണം. ആ സിംഹാസനത്തിന്റെ കൂട്ടായ്മയിൽ നടക്കണം. അങ്ങനെ നടക്കുമ്പോഴാണ് നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവർ, സത്യത്തിൽ നടക്കുന്നവർ. 2 പ്രയോഗമാണ് യോഹന്നാൻ ശ്ലീഹ കൊണ്ടുവരുന്നത്. പൗലോസ് ശ്ലീഹ പറയുന്നത് കൂട്ടായ്മയിൽ നടക്കുകയും, വാക്ക് ഇൻ ദ ലൈറ്റ് ആൻഡ് വാക്ക് ഇൻ ദ ട്രൂത്ത്. യോഹന്നാൻ ശ്ലീഹ പറയാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ഓർത്തഡോക്സുകാര്, ആർ യു വാക്കിംഗ് ഇൻ ദ ലൈറ്റ്? I just want to know it. നിങ്ങൾ ക്രിസ്ത്യാനികളാണ്,
യേശുക്രിസ്തുവിന്റെ അനുയായികളാണ്. നിങ്ങൾ വ്യാജ സഭയാണ് നടത്തുന്നത്, നിങ്ങൾ വ്യാജമാണ് പറയുന്നത്, നിങ്ങൾ കള്ളമാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ക്രിസ്തു യേശുവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ ക്രിസ്തുമസിന്റെ കാലത്ത് ചോദിക്കുകയാണ്. നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചു, നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചു, കോടതിയെ പറഞ്ഞു പറ്റിച്ചു, നിങ്ങൾ ലോകത്തെയും ചരിത്രത്തെയും തെറ്റിദ്ധരിപ്പിച്ചു, ചരിത്രത്തെ വികലമായി തിരുത്തി എഴുതി. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സ്വയം വഞ്ചിക്കുന്നു. ഏറ്റവും അധപ്പതിച്ച അവസ്ഥയാണ്. നിങ്ങൾ സ്വയമാണെന്നാണ് നിങ്ങളോട് തന്നെ പറഞ്ഞു. ഹിറ്റ്ലറിന്റെ മന്ത്രി ജോസഫ് ഗീബൽസിന്റെ തന്ത്രമാണത്. ഗീബൽസിൻ തന്ത്രമാണ്. ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം നുണ പറഞ്ഞ് സ്വയം പറഞ്ഞു പഠിപ്പിച്ചു, സ്വയം വഞ്ചിച്ചു. അവരുടെ വഞ്ചനയുടെ പ്രഹസനത്തിന്റെയും പ്രചരണത്തിന്റെയും വിഷക്കൊടുങ്കാറ്റിൽ യാക്കോബായക്കാരുടെ കണ്ണടഞ്ഞുപോയി, അവരുടെ കാതടഞ്ഞുപോയി, അവരുടെ മനസാക്ഷി മരവിച്ചുപോയി, അവർക്ക് ചിന്തിക്കുവാനുള്ള ശക്തി നഷ്ടപ്പെട്ടു. അവരിലും പലരും ഇപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ഒരു സഭയാണെന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്തൊരു ദുരന്തമാണിത്! എന്തൊരു ദുരന്തമാണ്! ഇത്ര വ്യക്തമായിട്ട് തിരുവെഴുത്ത് പറയുമ്പോൾ ഈ തിരുവെഴുത്തിന്റെ സത്യം ഇരുവായ്ത്തല മൂർച്ചയുള്ള ഏതു ആളിനേക്കാളും മൂർച്ചയേറിയതായി പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയുന്നതുമായ ഈ തിരുവെഴുത്തുകൾ ഇത്ര ശക്തമായി നിലനിൽക്കുമ്പോൾ ഈ തെളിവുള്ള തിരുവെഴുത്തുകൾ നിങ്ങളുടെ മനസ്സാക്ഷിയെ മുറിവേൽപ്പിക്കുന്നില്ലേ? നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ? നിങ്ങൾ ആ കൂട്ടായ്മയിലാണോ നടക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് കൈക്കൊണ്ടത്? ഈ 2 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. ആരോടും പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷിയുടെ മന്ത്രണത്തിന്റെ മുമ്പിൽ മൗനമായി നിൽക്കാതെ ആ മനസ്സാക്ഷിയോട് നിങ്ങൾ പറയണം, ശരിയാ, ഞാനൊരു കള്ളനാണ്. പറയാൻ തയ്യാറാവണം. ഇവിടെ പറയണം, അവനെ കൈക്കൊണ്ടതുപോലെ ആ കൂട്ടായ്മയിൽ നടക്കണം. നിങ്ങളോർത്ത് ഇത് എളുപ്പ വഴിയാണ്, ഇത് മോട്ടിച്ചോണ്ട് പോകാവുന്നതാണ്. ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്താൽ, അതിന്റെ ബാറ്ററി ചാർജ് ചെയ്താലും, അതിന്റെ കോൾ പ്ലാൻ ചാർജ് ചെയ്താലും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. സ്റ്റേ ഇൻ ദാറ്റ് എന്തായാലും നെറ്റ്വർക്ക്. ഇപ്പൊ നിങ്ങൾ ഐഡിയയുടെ നെറ്റ്വർക്കോ റിലയൻസിന്റെ നെറ്റ്വർക്കോ BSNLന്റെ നെറ്റ്വർക്കോ ആയിക്കോട്ടെ, യു ഹാവ് ടു സ്റ്റേ ഇൻ ദ നെറ്റ്വർക്ക്, അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ആ ഡേറ്റാ പ്ലാൻ റീപ്ലെനിഷ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കയ്യിലിരിക്കും, ചത്തിരിക്കും. അപ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യാതെ യുവർ സർവീസസ് ഈസ് നോ ലോങ്ങർ അവൈലബിൾ, യുവർ സർവീസ് ഈസ് ഡിസ്കണക്റ്റഡ്. അപ്പം ഡിസ്കണക്റ്റഡ് ആണ്. ഇപ്പം മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ്. ഇപ്പം സോഫ്റ്റ്വെയർസ് പോലും ഇപ്പം മൈക്രോസോഫ്റ്റിന്റെ 360, പിന്നെ MS വേർഡും ഒക്കെയുള്ള ഇതുണ്ട്, പവർ പോയിന്റ് പ്രസന്റേഷനും അങ്ങനെയുള്ള ഇത് മൈക്രോസോഫ്റ്റ് 360 അത് നമ്മൾ മന്ത്ലി സബ്സ്ക്രിപ്ഷനാണ്, അല്ലെ ഇയർലി സബ്സ്ക്രിപ്ഷനാണ്. MS ഓഫീസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ്. മറ്റേതെന്ന് പറഞ്ഞാൽ ലൈസൻസ് അല്ലാത്ത കോപ്പി ഉപയോഗിക്കുന്നു. ഇപ്പൊ കേരളത്തിലെ സർക്കാർ ഓഫീസുകളും വില്ലേജ് ഓഫീസുകളും പഞ്ചായത്ത് ഓഫീസുകളും എല്ലാം പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിച്ചത്. മൈക്രോസോഫ്റ്റ് ഇത്ര നാൾ കണ്ണടക്കുകയായിരുന്നു. ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഓരോ സ്ഥലത്തോട്ടും നോട്ടീസ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഞങ്ങളുടെ സോഫ്റ്റ്വെയർ അൺഓതറൈസ്ഡ് ആയിട്ട് ഉപയോഗിച്ചു. മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഈ അൺഓതറൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ വിൻഡോസ് ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളെയും ജാം ചെയ്യുവാൻ, ഒറ്റ സെക്കൻഡ് കൊണ്ട് നിർത്തിക്കളയുവാൻ, അവരുടെ മുഴുവൻ ഡാറ്റയും ഇറേസ് ചെയ്ത് കളയുവാൻ, അവർക്ക് ഒന്നിലും ആക്സസ് ഇല്ലാതാക്കുവാൻ എല്ലാം സാധിക്കും. കാരണം ആ രീതിയിൽ അവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അവർ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം മൈക്രോസോഫ്റ്റിന്റെ ഉണ്ട്. കാരണം സോഫ്റ്റ്വെയർ അവരുടേതാണ്. അത് നമ്മൾ പിണറായി വിജയന്റെ കേരളമാണ്, ഇതൊന്നും വിഷയമല്ല. ഞങ്ങൾക്ക് ഇരട്ടച്ചങ്കാണ്, അത് വിഷയമല്ല. ഞങ്ങൾ ഉടുമ്പച്ചോല താലൂക്കാണ്, അത് വിഷയമല്ല. ഞങ്ങൾ നെയ്യാറ്റിങ്കര പഞ്ചായത്താണ്, അത് വിഷയമല്ല. ഞങ്ങൾ ഇന്ന വലിയ ആളുകളാണ്, അതൊന്നും വിഷയമല്ല. മൈക്രോസോഫ്റ്റിന്റെ ആ സ്ഥാനത്ത് നിന്ന് ഒരു ബട്ടൺ ഞെക്കിയാൽ നിന്റെ വില്ലേജും അടുത്തീരും നിന്റെ പഞ്ചായത്തും അടുത്തീരും ഒന്നും അനങ്ങത്തില്ല. നീ ഓർത്തത് ഇത് പൈറേറ്റഡ് അയച്ച് നിനക്ക് ഇഷ്ടത്തിന് കളിക്കാമെന്നോ? അവരുടെ ഔദാര്യമാണ്. ദാറ്റ് ഇസ് ദ ബെനവലൻസ് ഓഫ് മൈക്രോസോഫ്റ്റ്. അവർ ചുമ്മാ അമേരിക്ക ഞങ്ങളെല്ലാം ഓതന്റിക് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എന്റെ കമ്പ്യൂട്ടർ ഇപ്പം എന്റേത് മക്കിൻടോഷ്, ആപ്പിൾ മക്കിൻടോഷ് ആണ്. പക്ഷേ വിൻഡോസ് ഉപയോഗിക്കുന്ന ഒരു ഓതന്റിക് ആണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഈ സഫാരി അല്ലെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓതന്റിക് ആണ്. ഇപ്പൊ ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ സെക്വയ, ആപ്പിൾ സെക്വയ ഉപയോഗിക്കും. സെക്വയ ഓതന്റിക് ആണ് എന്റേത്. അതുകൊണ്ട് എന്തുണ്ട്, നമുക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ല, ഭയവുമില്ല, ഉത്കണ്ഠയില്ല. ഇതിപ്പം ഇന്റർനെറ്റ് കയറ്റി കണക്ട് ചെയ്യാൻ പ്രയാസമില്ല. അവർ നോക്കിയാലും ഇതെല്ലാം ഓതന്റിക് ആയിട്ടാണ്, ലൈസൻസ്ഡ് ആണ്. അപ്പൊ നിങ്ങളുടെ സഭ, നിങ്ങളുടെ പൗരോഹിത്യം, നിങ്ങളുടെ പട്ടത്വം, നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയിലെ നിങ്ങൾ നിങ്ങളുടെ തന്നെ എവിടെയാണ് അടയാളപ്പെടുത്തുന്നത്? അതാണ് എക്ലീസിയാസ്റ്റിക്കൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഒരെണ്ണം നോക്കുമ്പോൾ മാർത്തോമ സഭയ്ക്ക് അങ്ങനെ ഒരു എക്ലീസിയാസ്റ്റിക്കൽ ഐഡന്റിറ്റി ഇല്ല എന്ന് വിദ്യാഭ്യാസവും വിവരവുമുള്ള മാർത്തോമ സഭയിലെ മെത്രാന്മാർക്ക് മനസ്സിലായി. കൊട്ടിപ്പാട്ട് പാടുന്ന അല്ലെങ്കിൽ കുണ്ടിയിട്ട് കുത്തുന്ന മാർത്തോമാക്കാർക്ക് അത് മനസ്സിലായില്ല. പെന്തക്കോസ്തിലെ ചാട്ടമുണ്ട്, ഈ ചാടാൻ പോകുന്നത് നിനക്കത് മനസ്സിലായിട്ടില്ല. അതിന് ലൈസൻസ് വേണ്ട. അപ്പൊ അതാണ് സഭയെന്ന് നീ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്കെതിരെ കമന്റ് എഴുതിയ ചില മാർത്തോമ കൃമികളുണ്ട്, അവന്മാരുടെ പറയുന്നത്, എടാ നീ പോയി നിന്റെ പണി നോക്കാം, നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്കറിയാം, നിന്റെ മെത്രാന്മാർക്കറിയാം സാധന പരുവക്കേടാണ്. കാരണം നിന്റെ സഭയല്ല, ഇത് ക്ലബ്ബ് വേണേൽ നടത്താം.
കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയല്ല, ആ കൂട്ടായ്മയിൽ നടക്കണം. അതായത് ഇവിടെ പറയുന്ന ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി. നിങ്ങൾക്ക് മുറിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ എങ്ങനെയാണ് അവനെ കൈക്കൊണ്ടത്? അതെന്തിനാ കൈക്കൊള്ളുന്നേ? അവനെ കൈക്കൊണ്ടാലേ നീ എന്താകത്തുള്ളൂ? ദൈവമായതിലാകത്തുള്ളൂ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇതല്ലേ നിങ്ങൾ മതിലാൽ എഴുതി വെക്കുന്നത്? ഇതല്ലേ നിങ്ങൾ പുതുതായിട്ട് ഓരോ വിശ്വാസികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ മറ്റുള്ളവരെ മതത്തിൽ ചേർക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്യം ഇതല്ലേ? യോഹന്നാൻ 1:12. ആ വാക്യം തന്നെ നിങ്ങൾക്ക് വിനയായി തീർന്നിരിക്കുക. അവനെ കൈക്കൊണ്ട് പെന്തക്കോസ്തുകാർ കേൾക്കണം. നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ എങ്ങനെ കൈക്കൊള്ളാൻ പറ്റി? നിങ്ങളൊന്ന് പറഞ്ഞ്, പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ് യേശുക്രിസ്തു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അയ്യോ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ എങ്ങനെ കൈക്കൊള്ളും? എങ്ങനെ കൈക്കൊള്ളണമെന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:40, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13:20 ഇതിലൊക്കെ നമ്മൾ വായിച്ചു. അവൻ അയച്ചവനെ കൈക്കൊള്ളണം. അവരെ എങ്ങനെ കൈക്കൊള്ളും? അവൻ അയച്ചവരെ കൈക്കൊള്ളണം. അപ്പൊ ഇതൊരു ശൃംഖലയാണ്. അപ്പൊ ആ ശൃംഖലയുടെ ഇങ്ങേ കണ്ണിയിൽ അപ്പോസ്തലിക പിന്തുടർച്ചയുള്ള ശരിയായ കൈവപ്പുള്ള, അപ്പൊ ആ കൂട്ടായ്മയിൽ നിലനിൽക്കണം. വാക്ക് ഇൻ ദാറ്റ് ഫെലോഷിപ്പ്. വാക്ക് ഇൻ ദാറ്റ് ഫെലോഷിപ്പ്. നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ. എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടത്? എങ്ങനെയാണ് ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടത്? ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടത് മാമോദീസായുടെ റൂഷ്മായാൽ അല്ലെ? മാമോദീസായുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടത് പരിശുദ്ധ മൂറോന്റെ അഭിഷേകത്താൽ. നിങ്ങൾ എന്തായി തീർന്നു? ദൈവരാജ്യത്തിലെ പ്രതിയായിട്ട് ജനിച്ചു. മശിഹായുടെ സഹോദരനായി നിങ്ങൾ തീർന്നു. അപ്പൊ നിങ്ങളെ മശിഹായുടെ സഹോദരനാക്കി തീർത്ത ആ മൂറോന്റെ മുദ്ര നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? അതാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെ കൈക്കൊണ്ടു. നോക്ക്, ഈ വാക്യം നോക്ക്. നിങ്ങളുടെ മനസാക്ഷിയെ കുത്തിമുറിവേൽപ്പിക്കാൻ വേണ്ടി അല്ല ഞാനിത് പറയുന്നത്, മറിച്ച് നിങ്ങളുടെ നല്ല മനസാക്ഷിയെ ഉണർത്തേണ്ടതിന് വേണ്ടിയാണ്. അതാണ് പറയുന്നത്, ഈ ക്വിക്കൻ യുവർ ഗുഡ് കോൺഷ്യസ്. ടു ക്വിക്കൻ യുവർ ഗുഡ് കോൺഷ്യസ്. നിങ്ങളുടെ ഗുഡ് കോൺഷ്യസിനെ ക്വിക്കൻ ചെയ്യാൻ വേണ്ടിയാണ്, ഉണർത്താൻ വേണ്ടിയാണ്. അപ്പൊ ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ. ഒയ്യോ എടാ, ഒരിടത്ത് കൈക്കൊണ്ടിട്ട് നീ വേറെടുത്ത് പോയി നടക്കാൻ നോക്കരുത്. നീ കർത്താവായ യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ അങ്ങോട്ട് നടന്നു. അപ്പൊ ഇനി പറയാം, എവിടുന്ന കൈക്കൊണ്ടേ? എങ്ങനെയാ കൈക്കൊണ്ടേ? എപ്പോഴാ കൈക്കൊണ്ടേ? അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് കർത്താവായ യേശുവിനെ കൈക്കൊണ്ടത്? ദാറ്റ് ഇസ് എ $1 million ക്വസ്റ്റ്യൻ. അത് ഞാനിങ്ങനെ ശ്വാസം പിടിച്ച് യോഗ ഇതൊന്ന് ആർട്ട് ഓഫ് ലിവിങ്ങോ ഈ ശ്രീ രവിശങ്കറിന്റെ കോച്ചിങ് ക്ലാസ് ആണോ? എന്തോ നീ ഉദ്ദേശിക്കുന്നത്? നീ എങ്ങനെ കൈക്കൊണ്ടേ? അത് ഞാൻ മസിൽ പിടിച്ച്, അത് ശരി ജാക്കിച്ചാനാണോ? അപ്പൊ നീ മസിൽ പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് യേശുവേ നീ ഒന്ന് വരണമേ, ഞാൻ നിന്നെ അങ്ങോട്ട് കൈക്കൊള്ളുന്നു? നോ. യേശു പറഞ്ഞടാ എങ്ങനെ കൈക്കൊള്ളണം? ഞാൻ അയച്ചവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളും. അല്ലെ എന്നെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്നെ വന്ന് കൊട്ടയ്ക്കകത്ത് വാരിക്കൊണ്ട് പോകുന്നത് നടക്കും. ഞാൻ അയച്ചവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. അപ്പൊ ഇതൊരു ശൃംഖലയാണ്. അപ്പൊ അപ്പോസ്തോലിക പിന്തുടർച്ചയുള്ള അപ്പോസ്തോലിക് സക്സസറിനെ കൈക്കൊണ്ടിട്ട് അപ്പോസ്തോലിക് ഫെലോഷിപ്പിൽ നടക്കണം. യു മസ്റ്റ് വാക്ക് ഇൻ ദാറ്റ് ഫെലോഷിപ്പ്. That's the question. Are you walking in that fellowship? അങ്ങനെ ആ ഫെലോഷിപ്പിൽ വാക്ക് ചെയ്യുന്നവരെ കുറിച്ച് യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുകയാണ്, എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. വാക്കിംഗ് ഇൻ ദ ട്രൂത്ത്, വാക്കിംഗ് ഇൻ ദ ലൈറ്റ്, വാക്കിംഗ് ഇൻ ദാറ്റ് ഫെലോഷിപ്പ്. അപ്പൊ കൂട്ടായ്മയിൽ നടക്കണം, സത്യത്തിൽ നടക്കണം, വെളിച്ചത്തിൽ നടക്കണം. ഇത് മൂന്നും ഉണ്ടോ? ആ വെളിച്ചത്തിലാണോ നടക്കുന്നത്, അതോ ഇരുട്ടിൽ നടക്കുകയാണോ? അപ്പൊ ഇരുട്ടിൽ നടക്കുന്നവൻ കള്ളനാകുന്നു, അവൻ ഇടറി വീഴും, സത്യം അവനിൽ ഇല്ലാതെയായി. താൻ വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും ഇരുട്ടിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നവൻ, അയ്യോ എന്തൊരു ഭയങ്കരാന്ന് ഓർത്ത്. ഇരുട്ടിനെ വെളിച്ചമെന്ന് പേര് പറയുകയും, അയ്യോ ഇത് ബൈബിളിൽ തന്നെ ഞാൻ നേരിട്ട് പറയുന്ന വാക്യം കേട്ടോ. അപ്പൊ ഇരുട്ടിന് വെളിച്ചമെന്ന് പേർ വിളിക്കുന്നു. ഭയങ്കര തിന്മയായിട്ടാണ് ബൈബിൾ അതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇരുട്ടിലാണ്. യു ഡ്വെൽ ഇൻ ഡാർക്ക്നെസ്, യു സിറ്റ് ഇൻ ഡാർക്ക്നെസ്, യു ലൈ ഇൻ ഡാർക്ക്നെസ്, യു വാക്ക് ഇൻ ഡാർക്ക്നെസ് ആൻഡ് യു ആർ ഡാർക്ക്നെസ്. Yet you claim that you are light and you have light and you walk in light. No, നിങ്ങൾ ഒരിക്കലും ലൈറ്റിലല്ല. നിങ്ങൾ ലൈറ്റിലല്ല നടക്കുന്നത്, നിങ്ങളുടെ പക്കൽ ലൈറ്റില്ല. എന്തൊരു അന്യായമാണ്. അപ്പൊ വിശുദ്ധ വേദപുസ്തകം പറയാണ്, വെളിച്ചത്തിൽ നടപ്പീൻ, വെളിച്ചത്തിൽ നടപ്പീൻ, സത്യത്തിൽ നടപ്പീൻ. നിങ്ങൾക്ക് എവിടെയാ സത്യമുള്ളത്? കോടതി പറഞ്ഞു മുഴുവൻ നുണയല്ലേ? എന്തെങ്കിലും സത്യം പറഞ്ഞു? വ്യാജരേഖകൾ ചമച്ചും വ്യാജ കൽപ്പനകൾ ഉണ്ടാക്കിയും വ്യാജം മാത്രം പറഞ്ഞു, നുണ മാത്രം പറഞ്ഞു. നുണയിൽ ജനിച്ചു, നുണയിൽ വളർന്നു, നുണ ഭക്ഷിച്ചു, നുണ പാനം ചെയ്തു.
നുണയുടെ മക്കളായി വളർന്നിട്ട് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഓ, ഞങ്ങൾ സഭയാണ് കേട്ടോ. നിങ്ങൾക്ക് തിരുവെഴുത്ത്, നിങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പരിശുദ്ധ റൂഹ അന്നേ രേഖപ്പെടുത്തി വെച്ചു. പൗലോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിങ്ങൾക്കെതിരായിട്ട് കണ്ടോ, തിരുവെഴുത്ത് നിങ്ങൾക്കെതിരായി സംസാരിക്കുന്നു. നിങ്ങൾ ഓർത്ത എന്താ? ദൈവത്തെ കളിപ്പിക്കാമെന്ന്. നിങ്ങളോർത്ത ഈ ചെറിയ ബൈബിളല്ലേ? പക്ഷെ നിങ്ങൾക്കുള്ള കുരുക്ക് അതിനകത്ത് പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കെന്നല്ല, ആർക്കും. അപ്പൊ ശരിയായ സഭ ഏതാണ്, ശരിയായ വിശ്വാസം ഏതാണെന്ന് അന്വേഷിക്കുന്ന, ഹൃദയപൂർവ്വം അന്വേഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും കണ്ടെത്താൻ അവരെ സഹായിക്കുന്ന എല്ലാ രേഖകളും എല്ലാ തെളിവുകളും ഈ ബൈബിളിനകത്തുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് സ്വഭാവം. നിങ്ങളുടെ സഭയ്ക്ക് വാലിഡിറ്റി ഉണ്ടെന്ന് തെളിയിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും നിങ്ങൾക്കുണ്ട്? നിങ്ങൾക്കില്ല. ഞാൻ സഭാപാരമ്പര്യം വെച്ചോ, നിങ്ങളുടെ കാനൂൻ വെച്ചോ, വിശുദ്ധ ബൈബിൾ വെച്ചോ പറയാം, നിങ്ങൾക്ക് വാലിഡിറ്റി ഇല്ല. നിങ്ങൾക്ക് ഒളിച്ചും പാത്തും നടക്കാനേ പറ്റുള്ളൂ. അവിടെ ഇവിടെ അതും ഇതും പറയാനേ പറ്റുള്ളൂ. കള്ളക്കേസ് കൊടുക്കാനോ പോലീസിന് ഉപയോഗിച്ച് വല്ലവരുടെ പള്ളി പിടിക്കാനൊക്കെ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരിക്കലും യഥാർത്ഥ സഭയല്ല, ക്രിസ്തീയ സഭയല്ല. ക്രിസ്തീയ സഭയാണെങ്കിൽ യു മസ്റ്റ് വാക്ക് ഇൻ ദ ഫെലോഷിപ്പ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ ആ കൂട്ടായ്മയിൽ നടക്കണം. നിങ്ങൾ 2 ചോദ്യത്തിന് ഉത്തരം പൂരിപ്പിക്കണം. നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടത് എവിടെ നിന്നാണ്? നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടത് എവിടെ നിന്നാണ്? നിങ്ങൾ ആ കൈക്കൊണ്ട കൂട്ടായ്മയിൽ നടക്കുന്നുണ്ട്. കൈക്കൊണ്ടതുപോലെ കൂട്ടായ്മയിൽ നടക്കണം. 2 ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കൈക്കൊണ്ടത് എവിടെ നിന്നാണ് ഒന്നാമത് പൂരിപ്പിക്കണം. രണ്ടാമത്, നിങ്ങൾ ആ കൂട്ടായ്മയിൽ നടക്കുന്നുണ്ടോ? 2 ചോദ്യമേ ഉള്ളൂ. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടത് എവിടെ നിന്നാണ്? മാർത്തോമാസ്ലേ ആ വിശേഷം പറയണ്ട. മാർത്തോമാസ്ലേ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ അന്ന് സ്ഥാപിച്ച സഭ ഏതാണ്? അന്ന് വാഴിച്ച മെത്രാനാരാണ്? അദ്ദേഹം വാഴിച്ച മെത്രാനാണ്. ഇതൊക്കെ പറയേണ്ടി വരും. നിങ്ങൾക്കുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്നുള്ള വിശ്വാസം നിങ്ങൾ സ്വീകരിച്ചത്, അതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. വിശ്വാസത്തിന്റെ നായകനാണ്. അപ്പൊ വിശ്വാസത്തെ സ്വീകരിച്ചത്, നിങ്ങൾക്ക് മശിഹയെ കിട്ടിയത് പരിശുദ്ധ അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്നാണല്ലോ നിങ്ങൾക്ക് പറയാൻ പറ്റൂ. ആണെങ്കിൽ ആ കൂട്ടായ്മ നടക്കണം. മെനിസിസ് മെത്രാപ്പൊലിത്താനിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ആ കൂട്ടായ്മ നടക്കണം. ഫ്രം വേർ ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഫ്രം വേർ ഡിഡ് യു റിസീവ് ക്രൈസ്റ്റ് ജീസസ്? നിങ്ങൾ എവിടെ നിന്നാണ് സ്വീകരിച്ചത്? അത് ഞങ്ങൾക്ക് ഇങ്ങനെ